രണ്ട് വ്യക്തികളെ പരിചയപ്പെടുത്താം. സച്ചിൻ ടെണ്ടുൽക്കർ, വിനോദ് കാംബ്ലി. രണ്ടുപേരും ഒരേ സ്കൂളിൽ ക്രിക്കറ്റ് കളിച്ചാണ്. ഒരേ സ്കൂളിന് വേണ്ടിയിട്ട് ടൂർണമെന്റ് കളിച്ചു. ആളുകൾ എല്ലാവരും പറഞ്ഞു കളി കണ്ടിട്ട്, ഇവർ രണ്ടുപേരും നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ, വിനോദ് കാംബ്ലിയാണ് കുറച്ചും കൂടെ നന്നായിട്ട് കളിക്കുന്നത് എന്നാണ് ആളുകൾ പറഞ്ഞത്. പക്ഷെ വിനോദ് കാംബ്ലി ഇന്ത്യൻ ടീമിൽ എത്തുന്നതിനും എത്രയോ മുൻപ് സച്ചിൻ ടെണ്ടുൽക്കർ ടീമിലെത്തി. വിനോദ് കാംബ്ലി പിന്നീട് ഇന്ത്യൻ ടീമിൽ എത്തി, പക്ഷെ വളരെ പെട്ടെന്ന് പുറത്തുപോയി. അയാൾ പുറത്തുപോയി പിന്നെയും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സച്ചിൻ ടെണ്ടുൽക്കർ പുറത്തുപോയി. പക്ഷെ പോകുന്ന സമയമായപ്പോഴേക്കും സച്ചിൻ ടെണ്ടുൽക്കർ ഒരുവിധം ബാറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സകലമാന റെക്കോർഡുകളും സ്വന്തം പേരിലാക്കിയിട്ടാണ് പോയത്. ഏറ്റവും കൂടുതൽ റൺസ്, ഏറ്റവും കൂടുതൽ 50, ഏറ്റവും കൂടുതൽ സെഞ്ചുറി, അങ്ങനെ സകലമാന റെക്കോർഡുകളും അയാളുടെ കൂടെയാക്കി. നോളജ് വൈസ്, ഇന്റലിജൻസ് വൈസ് വിനോദ് കാംബ്ലി ഒരു പൊടിക്ക് മുന്നിലായിരുന്നു. പക്ഷേ റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ബിക്കോസ് ഹി വാസ് എൻ ഇന്റലിജന്റ് ആൻഡ് സച്ചിൻ വാസ് വൈസ് ത്രൂ പ്രാക്ടീസ്. സോ അണ്ടർസ്റ്റാൻഡിങ്ങിനും അപ്പുറത്താണ് ക്യാപ്പബിലിറ്റി. ഇത് ക്യാപ്പബിലിറ്റിയുടെ കാലമാണ്, സ്കില്ലിന്റെ കാലമാണ്.